Hello guys, welcome to our channel. നമ്മൾ നേരത്തിട്ടുള്ളത് കിടിലം ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓക്കെ ഗൈസ്, നമുക്ക് തുടങ്ങിയാലോ. ലെറ്റ്സ് ഡു ഇറ്റ്. നമ്മൾ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ആദ്യം മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കണം. പിന്നെ അതോടൊപ്പം തന്നെ കുരുമുളക്, പിന്നെ പെരിഞ്ചീരക പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ച് വരാം. ഓക്കെ, നമ്മളിപ്പോൾ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ 1 നാരങ്ങയാണ് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളിതാ ഇവിടെ 1 നാരങ്ങ ഇതാ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. ഇതാണ് ഇതിലേക്ക് കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ ഒഴിക്കുമ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റായി ചിക്കനിൽ പിടിച്ച് റെഡി ആയിട്ട് വരുന്നത്. ഇനി ഇത് പിഴിഞ്ഞ് ഒഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിത് ആ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ശേഷം നമ്മളിനി ചിക്കൻ്റെ പണിയാണ് നോക്കുന്നത്. ചിക്കൻ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി പൊളിയാക്കി വച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ നമ്മൾ വരഞ്ഞു കൊടുക്കാനാണ് പോകുന്നത്. ഒരു കത്തി വെച്ച് ഇതായി കാണുന്ന പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. തിരിച്ച് മറിച്ചുമിട്ട് വരഞ്ഞു കൊടുക്കണം. ഇപ്പോൾ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി വരഞ്ഞു കൊടുത്ത ശേഷം നമുക്ക് ചിക്കനിലേക്ക് മസാല ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതാ മസാല തേക്കുകയാണ്. അപ്പോൾ നമ്മളിതാണ്ട് മസാല നന്നായിട്ടൊന്ന് ചിക്കനിലേക്കൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ താണ്ടേ സൂപ്പറായിട്ട് മസാല പിടിച്ച് വരാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മസാല ഇട്ട് കൊടുക്കണം. ഓക്കെ, നമ്മളിവിടെ മസാല ഇട്ട് കൊടുക്കുകയാണ്. കാണുന്നില്ലേ, ഈ കാണുന്ന പോലെ ഒന്ന് മസാല ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട് നമ്മൾ ഈ മസാല ഇട്ട ശേഷം നമ്മൾ ഇതിനെ ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ നമ്മൾ വയ്ക്കണം. ഇപ്പോൾ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഗ്രില്ല് ചെയ്യേണ്ട പണി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കനലാണ് ഉണ്ടാക്കേണ്ടത്. അതുണ്ടാക്കാനായിട്ട് കുറച്ച് ചിരട്ടകളൊക്കെ എടുത്ത് തീ കത്തിച്ചൊന്ന് കനലുണ്ടാക്കുക. കനലുണ്ടാക്കിയ ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കനെ എടുത്ത് വെച്ച് കൊടുക്കണം. കണ്ടല്ലോ, കനലുണ്ടാക്കി അതിൻ്റെ പുറത്തൊരു ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് അതിലേക്കാണ് നമ്മൾ ചിക്കനെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ റെഡി ആവുന്നതിനനുസരിച്ച് നമുക്കതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടാൽ തന്നെ ഒന്ന് വേവിക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മളിതാ വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഗ്രിൽ ചിക്കൻ വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ബെറോട്ടയുടെയും മൈനസിൻ്റെയും കൂടെ വെച്ച് കഴിച്ചാലുണ്ടല്ലോ, സൂപ്പറാണ്. ഓക്കെ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗേസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ റെസിപ്പിയായി കാണാം. ഓക്കെ.